ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ഈ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായി നമ്മൾ ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ സെമി ഫൈനൽ മത്സരങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ എപ്പിസോഡോടുകൂടെ സെമി ഫൈനൽ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. ഇതുവരെ പങ്കെടുത്ത എല്ലാ കുട്ടികളും എല്ലാ സ്കൂളുകളും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എല്ലാ കുട്ടികൾക്കും എല്ലാ സ്കൂളുകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എപ്പിസോഡ്. ആദ്യം വജ്രവ്യൂഹം. വജ്രവ്യൂഹത്തിൽ ഇന്ന് മത്സരിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ ആരാണെന്ന് നോക്കാം. GHSS ചാലിശ്ശേരി. പേര്? വേദവ്യാസ്. എത്രാം ക്ലാസ്സിലാ? 12ാം ക്ലാസ്സില്. ഓക്കെ. അഭിരാം 10ാം ക്ലാസ്. 10ാം ക്ലാസ്. ഓക്കെ. എന്തായാലും സെമി ഫൈനൽസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോരാടാൻ റെഡി ആയിട്ടാണോ നിൽക്കുന്നത്? എല്ലാം പഠിച്ചു, സെറ്റ് ചെയ്തു, ഉത്തരം പറയാൻ റെഡിയാണ്? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടീമിനെ കൂടെ വിളിക്കാം. അടുത്ത ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര. പേര്? ശ്രീദേവി പി സുധീഷ്. എത്രാം ക്ലാസ്സിലാ? 8ൽ പഠിക്കുന്നു. ഓക്കെ. ആര്യ കെ 10ൽ പഠിക്കുന്നു. 10ല്. നിങ്ങളും എല്ലാം പഠിച്ച് റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? അതെ. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടാണോ പഠിച്ചിരിക്കുന്നത്? തന്ന അധ്യായങ്ങൾ അതോ എല്ലാം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് എല്ലാം. എല്ലാം. എന്നാലും സ്പെഷ്യലൈസ് ചെയ്ത് ഈ അധ്യായങ്ങള് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. രണ്ടുമൂന്നെയും ചെയ്തിട്ടുണ്ടോ? ഓക്കെ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരുമിച്ച് പഠിച്ചു രണ്ടുപേരും കൂടിയിട്ട്. ആണോ? ഓ. റൂൾസ് പറയട്ടെ. റൂൾസ് വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനായി തന്നിട്ടുള്ള അധ്യായങ്ങളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ടീമിന്റെ അടുത്തും ചോദ്യം ചോദിക്കുന്നത്. 5 വീതം ചോദ്യങ്ങളാണ് ഓരോ ടീമിന്റെ അടുത്തും ചോദിക്കുക. 4 ഓപ്ഷൻസ് വീതം ഉണ്ടായിരിക്കും. 30 സെക്കൻഡ് ആയിരിക്കും ഉത്തരം പറയാനുള്ള സമയം. ടൈമർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉത്തരം പറയാൻ ശ്രമിക്കുക. ശരി ഉത്തരത്തിന് 10 പോയിന്റ് ആണുള്ളത്. തെറ്റായ ഉത്തരത്തിന് അങ്ങനെ മൈനസ് പോയിന്റ്സ് ഒന്നും ഇല്ല. പാസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. എല്ലാം ക്ലിയർ ആണോ? ആണോ? അതെ. എന്നാ പിന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? ചോദ്യം ചോദിക്കുന്നത് ഞാനല്ല, ലക്ഷ്മി മാം ആണ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. ലക്ഷ്മി മാം. എന്തായാലും സെമി ഫൈനൽ ആണ്, ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചറിനെ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു ചോദ്യങ്ങളാണ് ടീച്ചറെ നമ്മളെ മൊത്തം കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത്. ടീച്ചറെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ കുട്ടികളെ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമസ്കാരം. നമസ്കാരം. നമ്മള് വജ്രവ്യൂഹം അല്ലേ? അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇത് നമ്മുടെ സെമി ഫൈനലിലെ അവസാനത്തെ എപ്പിസോഡാണ്. ഇവിടെ നിന്നാണ് നമ്മള് ഫൈനലിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഭഗവത്ഗീതയാണ് എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവാം. ഈ വജ്രവ്യൂഹത്തിലെ ആദ്യത്തെ ചോദ്യം ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്രയോടാണ്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൗരവരുടെ വിശേഷണമായി അർജുനൻ ഉപയോഗിക്കുന്നത് ഏത് പദമാണ്? ഓപ്ഷൻ എ കപിധ്വജന്മാർ, ഓപ്ഷൻ ബി വാർഷ്ണേയന്മാർ, ഓപ്ഷൻ സി ആതതായികൾ, ഓപ്ഷൻ ഡി മഹാരഥന്മാർ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സി ആദതായികൾ. ആതതായികൾ ലോക്കിയ. മറ്റു 3 പറ്റിയും സംശയമില്ല? ഇല്ല. ഉറപ്പ്? ഉറപ്പ്. മാറ്റില്ലേനി? ഇല്ല. ശരി. അപ്പൊ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഇവർ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ സി ആതതായികൾ. നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. നിങ്ങൾ ഓപ്ഷൻ സി ആതതായികൾ ഉത്തരം ശരിയാണ്. എത്ര മാർക്ക് വേണം? 10 മാർക്ക് തന്നിരിക്കുന്നു. ആരാ ആതതായികൾ? നമ്മൾ പഠിച്ചപ്പോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അഗ്നിദോ ഗരദശ്ചൈവ, കുറെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയാണ് ആതതായികൾ എന്ന് പറയുന്നത്. പരദ്രോഹം ചെയ്യുന്നവർ. പരദ്രോഹം ചെയ്യുന്നവർ. നല്ല ഉത്തരമായിരുന്നു. ഇനി നമുക്ക് വജ്രവ്യൂഹം ആരോടാ വേണ്ടേ? തയ്യാറല്ലേ? GHSS ചാലിശ്ശേരി. GHSS ചാലിശ്ശേരിയോടുള്ള ആദ്യത്തെ ചോദ്യം, തേഷാം നിത്യാഭിയുക്താനാം, അനന്യചിന്തയോടെ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ നൽകുന്ന ഉറപ്പ് എന്താണ്? ഇത് പൂരിപ്പിക്കുക ഈ വാക്ക്. ഓപ്ഷൻ എ സ്വർഗം പ്രദാനം ചെയ്യും, ഓപ്ഷൻ ബി യോഗക്ഷേമങ്ങൾ നിർവഹിക്കും, ഓപ്ഷൻ സി ജ്ഞാനം പ്രദാനം ചെയ്യും, ഓപ്ഷൻ ഡി ഭക്തി നൽകി അനുഗ്രഹിക്കും.
നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി യോഗക്ഷേമങ്ങൾ നിർവഹിക്കും. ഓപ്ഷൻ ബി യോഗക്ഷേമങ്ങൾ നിർവഹിക്കും. ജ്ഞാനം, സ്വർഗം, ഇതൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ശരി ഇതാണ്. ഇതാണ് ശരി. ആ. ഉറപ്പ്. ലോക്ക് ചെയ്യുന്നു. ആ. ധൈര്യപൂർവ്വം നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ബി. എന്താ അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കാരണം? സ്വർഗമൊക്കെ അല്ലേ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. കഷ്ടപ്പെട്ട് ഭഗവാനെ ഭജിച്ചാൽ സ്വർഗം കിട്ടണം. അപ്പൊ ഭഗവാൻ പറയാം, നിങ്ങൾക്ക് സ്വർഗം ഞാൻ തരും. അങ്ങനെയല്ലേ വേണ്ടത്? യോഗം ശരിയാണോ നോക്കാം. ഉത്തരം ശരിയാണ്. ഏതാ ഭാഗം ഓർമ്മയുണ്ടോ? തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അതായത് ഇവിടെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ധരിക്കുകയാണെങ്കിൽ, അല്ലെ, പരലോകം എന്ന് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഇവിടെയും അവിടെയും നിങ്ങൾക്ക് ഞാൻ ഐശ്വര്യം പ്രദാനം ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മഞ്ഞപ്ര ഭവൻസ് വിദ്യാമന്ദിറിന്റെ രണ്ടാമത്തെ ചോദ്യം. വേദങ്ങളെ വൃക്ഷങ്ങളായി സങ്കല്പിച്ചാൽ ആ വൃക്ഷത്തിന്റെ ഇലകളായി കണക്കാക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ഛന്ദസ്സുകളെ, ഓപ്ഷൻ ബി വ്യാകരണത്തെ, ഓപ്ഷൻ സി ശിക്ഷാശാസ്ത്രത്തെ, ഓപ്ഷൻ ഡി നിരുക്തത്തെ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എ ചന്ദ്രസുക്കളെ. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയണം. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഛന്ദസ്സുകളെ. ഉറപ്പാണോ? ഉറപ്പിക്കാം. വ്യാകരണമല്ല, ശിക്ഷാശാസ്ത്രമല്ല, നിരുക്തവുമല്ല. എന്നാൽ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ ഛന്ദസ്സുകളെ. ശരിയാണോ? ആണെന്ന് തോന്നുന്നു. ഇത് ഏത് അധ്യായത്തിലാ ഇങ്ങനെ ഒരു പരാമർശം ഉള്ളത്? വേദങ്ങളെ അധ്യായത്തില് ഇലയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വേദങ്ങളെ ഒരു മഹാവൃക്ഷമായി സങ്കല്പിച്ചുകൊണ്ട് അതിന്റെ ഇലകൾ. നോക്കാം ഏതാണ് ശരി ഉത്തരമെന്ന്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 മാർക്ക്. നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. താമസമുദാഹൃതം. താമസ സ്വഭാവമുള്ള ദാനം ഏതു രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്? ദാനത്തിന്റെ താമസ സ്വഭാവം. ഓപ്ഷൻ എ ദാനം കർത്തവ്യമാണെന്ന് കരുതുക, ഓപ്ഷൻ ബി ദാനത്തിന് പ്രത്യുപകാരം ലഭിക്കുമെന്ന് കരുതുക, ഓപ്ഷൻ സി ഫലം ലഭിക്കുമെന്ന് കരുതി ചെയ്യുക, ഓപ്ഷൻ ഡി അവജ്ഞയോടുകൂടി ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭഗവത്ഗീതയിൽ പറയുന്ന ഉത്തരത്തിനാണ് നമുക്ക് മാർക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി അവജ്ഞയോടുകൂടി ദാനം ചെയ്യുക. ഉറപ്പിക്കാം. ദാനത്തിന് പ്രത്യുപകാരം എന്നൊരു ഓപ്ഷൻ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അത് രാജസമാണോ? ഉറപ്പാണോ? ദാനം കർത്തവ്യമാണെന്ന് കരുതുന്നത്? അത് നല്ല ശരി. നിങ്ങൾക്ക് ധൈര്യമാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ഡി. ടെൻഷൻ ഉണ്ടോ? എനിക്ക് ആ ഉത്തരത്തിന്റെ ബി ഓപ്ഷനോട് ഒരു ചെറിയ ആഭിമുഖ്യം. കാത്തിരിക്കൂ, നോക്കാം. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഇവരിങ്ങനെ മാർക്ക് സ്കോർ ചെയ്തോണ്ടിരിക്കുക. സന്തോഷായി. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജലത്തിൽ താൻ ഏത് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഭഗവാൻ വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ എ രൂപം, ഓപ്ഷൻ ബി രസം, ഓപ്ഷൻ സി ഗന്ധം, ഓപ്ഷൻ ഡി സ്പർശം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബി രസം. ഓപ്ഷൻ ബി രസം. രൂപം, രസം, ഗന്ധം, സ്പർശം. ഇതിൽ രസം തിരഞ്ഞെടുത്തു. ഉറപ്പ്? എന്നാൽ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഉറപ്പാണല്ലോ അല്ലെ? തെറ്റില്ലല്ലോ? ധൈര്യപൂർവ്വം ലോക്ക് ചെയ്തോട്ടെ. എന്നാൽ നമ്മൾ ധൈര്യപൂർവ്വം ലോക്ക് ചെയ്യുന്നു. തെറ്റിയാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓപ്ഷൻ ബി രസം. ഈ രൂപം, രസം, ഗന്ധം, സ്പർശം ഇതൊക്കെ എന്താ? ഗന്ധം, ഭൂമി. രൂപം എന്തിന്റെയാണ്? ഇത് ഗുണങ്ങളാണ് അല്ലെ? ഇതിൽ ഏത് ഗുണമാണ് ജലത്തിന്റെ ഗുണം എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഭഗവാൻ വളരെ വിസ്തരിച്ച് ഈ പ്രപഞ്ചത്തെ നിരൂപണം ചെയ്യാണ്. ആ സമയത്താണ് ഈ ഭാഗം വരുന്നത്. നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രസം. ഭഗവത്ഗീതയിലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ശ്ലോകമായത്. ഭഗവാൻ തന്റെ രൂപത്തെ കുറിച്ച് പറയുമ്പോ ശ്ലോകം ഓർമ്മ വരുന്നുണ്ടോ? രസോഹമാപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ
ഓർമ്മയുണ്ടാ? പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. ഈ ശ്ലോകം ചൊല്ലിയാൽ തന്നെ വലിയ ഒരു ഊർജം വരും. വെള്ളമെടുക്കുമ്പോ ഭഗവാൻ പറയാണ്, ഈ വെള്ളത്തെ വെള്ളമാക്കി നിലനിർത്തുന്ന ഗുണം അർജുന ഞാനാണ്. അല്ലെ? പുരുഷന്മാരിൽ, വ്യക്തികളിൽ, മനുഷ്യരിൽ പൗരുഷമായുള്ളത് ഞാനാണ്. അപ്പൊ ഭഗവത്ഗീതയുടെ ഒരു സാരമായ ശ്ലോകത്തിന്റെ ആശയമാണ് നമ്മളിവിടെ സംസാരിച്ചത്. നല്ല ഉത്തരമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. തം യജ്ഞം വിദ്ധി രാജസം. രാജസമായ യജ്ഞം എപ്രകാരമാണെന്ന് വർണ്ണിക്കുന്നു. ഓപ്ഷൻ എ ഫലകാംക്ഷയില്ലാത്തത്, ഓപ്ഷൻ ബി ദമ്പത്തിനായി നിർവഹിക്കുന്ന യജ്ഞം, ഓപ്ഷൻ സി മന്ത്രഹീനമായ യജ്ഞം, ഓപ്ഷൻ ഡി വിധിഹീനമായ യജ്ഞം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി ദമ്പത്തിനായി നിർവഹിക്കുന്ന യജ്ഞം. സംശയമില്ല. ലോക്ക് ചെയ്യാം. നിങ്ങളുടെ കോൺഫിഡൻസ് എനിക്കും ആത്മവിശ്വാസം തരുന്നു. നിങ്ങൾ വളരെ മിടുക്കന്മാരായി പ്രിപ്പയർ ചെയ്ത് ആത്മവിശ്വാസത്തോടെ ഉത്തരം പറയുന്നു. ഉറപ്പിക്കട്ടെ? ആ. ഞാനും ഇവരുടെ പക്ഷം ചേരുന്നു. ഓപ്ഷൻ ബി ദമ്പത്തിനായി നിർവഹിക്കുന്ന യജ്ഞം. ഈ ദമ്പം എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം. ഭഗവാൻ എപ്പോഴും ആസുരി ഗുണമായിട്ട് പറയുന്നതാണ്. ദമ്പം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, ഇതൊക്കെ അസുര ഗുണങ്ങളാണ്. ഇതൊക്കെ ഉള്ളവനെ നമ്മൾ അസുരൻ എന്ന് വിളിക്കണേ, അല്ലാതെ കൊമ്പ് വെച്ചവനെ അല്ല. അല്ലെ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കൊമ്പ് വെച്ച അസുരൻ? അതല്ല, ദമ്പമുള്ളവനാണ് അസുരൻ. നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. യെസ്, വീണ്ടും നിങ്ങൾ 10 മാർക്ക് നേടി 30 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പൂരിപ്പിക്കാനാണ്. കശ്ചിത് യതതി സിദ്ധയേ. ആരാണ് യോഗസിദ്ധിക്കായി യത്നം ചെയ്യുന്നത്? ഓപ്ഷൻ എ ദേവസഹസ്രങ്ങളിൽ ചിലർ, ഓപ്ഷൻ ബി സിദ്ധപുരുഷന്മാർ, ഓപ്ഷൻ സി മനുഷ്യ സഹസ്രങ്ങളിൽ ചിലർ, ഓപ്ഷൻ ഡി ബുദ്ധിമാന്മാർ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സി മനുഷ്യ സഹസ്രങ്ങളിൽ ചിലർ. സി മനുഷ്യ സഹസ്രങ്ങളിൽ ചിലർ. ഉം. ബുദ്ധിമാന്മാർ എന്നൊരു ഓപ്ഷനോട് ഒരു ആഭിമുഖ്യം തോന്നുന്നുണ്ടോ? ബുദ്ധിമാനല്ലേ യോഗത്തിന് വേണ്ടി യത്നിക്കുന്നത്? സിദ്ധപുരുഷന്മാരാണോ? അല്ല. ഉറപ്പിക്കുകയാണോ? ഉം. ധൈര്യപൂർവ്വം പറഞ്ഞ ആ, ഉറപ്പിക്കാം. ഉറപ്പിക്കാം. അവര് ധൈര്യമൊക്കെ തന്നതുകൊണ്ട് ഓപ്ഷൻ സി മനുഷ്യ സഹസ്രങ്ങളിൽ ചിലർ. നോക്കാം ശരിയാണോ എന്ന് നോക്കാം. ലോക്ക് ചെയ്യുന്നു. ശരിയായിരിക്കോ? ആയിരിക്കണം. ഈ ശ്ലോകഭാഗം ഓർമ്മ വരുന്നുണ്ടോ? മനുഷ്യാണാം സഹസ്രേഷു. നോക്കാം. ഉത്തരം ശരിയാണ്. ശ്ലോകം ചൊല്ലാൻ നോക്കൂ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ. മിടുക്കി. അടുത്ത വരി കൂടി. സ്റ്റാർട്ടിങ് ഓർമ്മ. യതതാമപി സിദ്ധാനാം കശ്ചിത് കശ്ചിന്മാം വേത്തി തത്വതഃ. നോക്കൂ, ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ, അല്ലേ? നമ്മളെ പോലുള്ള എത്രയോ കുട്ടികളുണ്ട് ഈ സമൂഹത്തിൽ. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന, അതിൽ ഭഗവത്ഗീതയോട് ആഭിമുഖ്യം തോന്നുന്നവർ, അറിവിനു വേണ്ടി ആഗ്രഹം തോന്നുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെ? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ. ഭഗവാൻ പറയാണ്, 1000 മനുഷ്യരിൽ ഒരാൾക്ക് ജ്ഞാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം തോന്നാം. നല്ല ഉത്തരമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സഹദേവന്റെ ശംഖിന്റെ പേരെന്താണ്? പൗണ്ഡ്രം, ദേവദത്തം, സുഘോഷം, മണിപുഷ്പകം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി മണിപുഷ്പകം. അനിയനെ കൊണ്ട് പറയിച്ചു അല്ലേ? അപ്പൊ അനിയൻ പറഞ്ഞത് ശരിയാണോ? അതെ, ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി മണിപുഷ്പകം. എല്ലാരും അവരവരുടെ ശംഖ് മുഴക്കിക്കൊണ്ട് വരൂ നമുക്ക് യുദ്ധം ചെയ്യാമെന്നൊരു യുദ്ധാഹ്വാനമാണ്. സഹദേവന്റെ ശംഖ് ഏതാണ്? സംശയമൊന്നും ഇല്ല നിങ്ങൾക്ക്, എന്നാലും എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. പൗണ്ഡ്രമാരുടെ ശംഖായിരുന്നു. ഭീമൻ. സുഘോഷമാരുടെ ശംഖായിരുന്നു. നകുലന്റെ. മണിപുഷ്പകം സഹദേവന്റെ. അല്ല, ദേവദത്തം ആരുടെ ശംഖാണ്? ധനഞ്ജയൻ. അർജുനൻ. അർജുനൻ. ഭഗവാന്റെ ശംഖ് ഏതായിരുന്നു? പാഞ്ചജന്യം. പാഞ്ചജന്യം. അർജുനൻ. നാം അടുത്ത ചോദ്യത്തിലേക്ക്. വിമൂഢാനാനുപശ്യന്തി എന്ന ഭഗവത്ഗീത വചനമനുസരിച്ച് മൂഢന്മാർക്ക് ദർശിക്കാനാകാത്ത ആത്മതത്വത്തെ അറിയുന്നവൻ ആരാണ്?
ഓപ്ഷൻ എ അഗ്നിഹോത്രകർത്താവ്, ഓപ്ഷൻ ബി ജ്ഞാനചക്ഷുസുള്ളവൻ, ഓപ്ഷൻ സി ആരോഗ്യ ദൃഢഗാത്രനായവൻ, ഓപ്ഷൻ സി കർമ്മരഹിതനായവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബി ജ്ഞാനചക്ഷസുള്ളവൻ. ബി ജ്ഞാനചക്ഷുസുള്ളവൻ. അപ്പൊ ഈ ഭഗവാനെ ദർശിക്കാൻ ആരോഗ്യം വേണ്ടേ? എന്നും അസുഖാണ്. ശരിയില്ല. വിഷയമില്ല, ജ്ഞാനചക്ഷുസ് മതി. ഉറപ്പ്? അർത്ഥോ എന്ന് പറയണ ഇവരില് വയ്യാത്ത ആൾക്കാരും ഭഗവാനെ പ്രാർത്ഥിക്കണ്ടല്ലോ. ശരിയാണ്. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി ലോക്ക് ചെയ്യുന്നു. അതായത് ആർത്തനായിട്ടുള്ളവനും ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലെ? രോഗം മാറാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിയായിരിക്കാം. നമുക്ക് എന്തായാലും ഇതിന്റെ ഉത്തരം ശരിയാണോ നോക്കാം. വളരെ യുക്തിപൂർവമാണ് അവർ ഉത്തരങ്ങളിലേക്ക് എത്തുന്നത്. ഉത്തരം ശരിയാണ്. വിമൂഢാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. മൂഢന്മാരെന്നെ അറിയുന്നില്ല അല്ലെ? ഉള്ളിൽ കണ്ണുള്ളവർ. ഭഗവത്ഗീത പഠിക്കാൻ വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് അറിവിന് വേണ്ടി ഒരു ജ്ഞാനചക്ഷുസ് ഉണ്ടാകണം. അപ്പോ 5 ഉത്തരങ്ങളും വളരെ ഭംഗിയായി ശരി ഉത്തരം നൽകി. ഭവൻസ് വിദ്യാമന്ദിർ എത്ര മാർക്ക് കിട്ടി? 50 മാർക്ക് നേടിയിരിക്കുന്നു വജ്രവ്യൂഹത്തിൽ. നന്നായി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അവജാനന്തി മാം മൂഢ. ഭഗവത് സാന്നിധ്യത്തെ മൂഢന്മാർ അവഗണിക്കുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ മനുഷ്യ ശരീരം സ്വീകരിച്ചതിനാൽ, ഓപ്ഷൻ ബി ദിവ്യത്വം പ്രകടിപ്പിക്കാത്തതിനാൽ, ഓപ്ഷൻ സി യോഗസിദ്ധി ഇല്ലാത്തതിനാൽ, ഓപ്ഷൻ ഡി ഭക്തി ഉറയ്ക്കാത്തതിനാൽ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ എ മനുഷ്യ ശരീരം സ്വീകരിക്കാത്തതിനാൽ. ഭഗവാൻ അവതരിച്ചിട്ടും ഭഗവാനെ മനസ്സിലാക്കാത്തത് എന്താണ്? ഇതാണ് ചോദ്യം. അതെ. ദിവ്യത്വം ഒന്നും പ്രകടിപ്പിക്കാതെ നമ്മുടെ പോലെ നടക്കുന്നത് കൊണ്ടാണോ? അല്ല, മനുഷ്യനായിട്ട് ജനങ്ങൾക്ക് ഇറങ്ങി വരുമ്പോ ഭഗവാന് എത്ര. എന്നാ നമുക്ക് ലോക്ക് ചെയ്യാം. ശരിയായിരിക്കും. ഓപ്ഷൻ എ ലോക്ക് ചെയ്യുന്നു. എനിക്ക് 3നോടും ആഭിമുഖ്യമുണ്ട്. എന്ന് വെച്ചാ മനുഷ്യനായിട്ട് ഒരു ദിവ്യത്വം കാണിക്കണില്ല ഭഗവാൻ. നമ്മുടെ കൂടെ ഒക്കെ നടക്കാണ്, നൃത്തം ചെയ്ത്. അർജുനന്റെ കൂട്ടുകാരനായി, അർജുനൻ സഖാവേന്നാ വിളിച്ചിരുന്നേ. അതുകൊണ്ടാവില്ലേ? യോഗസിദ്ധി ഭക്തി നമുക്കില്ലാത്തതുകൊണ്ടാ ഭഗവാനെ മനസ്സിലാവാത്ത. അതും ആയിക്കൂടെ? ഭഗവത്ഗീതയില് ആ അധ്യായത്തിന് ഇതാണ് പറഞ്ഞേക്കണത്. അതും ആവാം, ഒക്കെ ആവാം. ഭഗവത്ഗീത ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ നമുക്ക് ഭഗവത്ഗീതയോട് ചോദിക്കാം ഏതാ ഉത്തരം എന്ന്. മനുഷ്യ ശരീരം സ്വീകരിച്ചതിനാൽ അവജാനന്തി മാം മൂഢ മാനുഷിം തനുമാശ്രിത. മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുന്ന എന്നെ നിങ്ങളുടെ ഇടയിൽ കണ്ടാൽ, നമ്മുടെ ഇടയിൽ ഒരുപക്ഷെ ഭഗവാൻ ഉണ്ടാവാം, നമ്മളോടൊപ്പം കളിക്കുന്നുണ്ടാവാം, നമ്മളോട് വന്ന് എനിക്ക് എന്തെങ്കിലും തരണേന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചോദിക്കുന്നത് ഭഗവത് സ്വരൂപമാകാം. നമുക്ക് മനസ്സിലാവില്ലേ നമ്മളെ പോലെ ഒരാളല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. എന്തായാലും ഭഗവത്ഗീതയുടെ അന്തരാർത്ഥങ്ങൾ അറിഞ്ഞ ഒരു ക്വിസായിരുന്നു. എനിക്ക് വലിയ സന്തോഷമായി. എന്റെ 2 കുട്ടികൾക്കും 2 ടീമിനും മുഴുവൻ മാർക്കും. നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്നില്ലേ ഭഗവത്ഗീത നന്നായി പഠിക്കാൻ സാധിച്ചു എന്ന്? 2 ടീമിനും 50 മാർക്ക് വീതം ലഭിച്ച സ്ഥിതിക്ക് നിങ്ങളെ കുറച്ചുകൂടി അഭിനന്ദിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വരദ ചേച്ചിയെ വിളിക്കാം. നമ്മുടെ 2 കൂട്ടരും ഫുൾ മാർക്സ് സ്കോർ ചെയ്തല്ലേ? നമ്മുടെ സെമിഫൈനലിലെ ആഘോഷ ദിവസമാണ്. അതെ അതെ. ഈ ലാസ്റ്റ് എപ്പിസോഡിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ചാലിശ്ശേരി സ്കൂള് വിട്ടുകൊടുത്തില്ല. അതെ അതെ അതെ. 2 കൂട്ടർക്കും അത് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ഈ പറയുന്ന പോലെ നിർണായകമായ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ. ആ സമയത്ത് തന്നെ 2 പേരും ഫുൾ മാർക്ക് സ്കോർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ മാർക്സ് ഫുള്ള് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ കമന്റ്സ് നേരെ ചോദിക്കാം. സ്വാമിജി, ഇവിടെ 2 കൂട്ടർക്കും 2 ടീമിനും വളരെ നന്നായിട്ട് അവർ പ്രസന്റ് ചെയ്തു. അതുപോലെ തന്നെ ശരിക്കും ഭഗവത്ഗീതയൊക്കെ അവർ അർത്ഥം അതിൻ്റെതായ രീതി മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത് പോലെയുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുമ്പോഴൊക്കെ അവർ വളരെ അനായാസം പറയുന്നത്, സംശയരഹിതമായിട്ടാണ് 2 ടീമും പറഞ്ഞത്. നന്നായി, വളരെ നന്നായി. ഇത് നിങ്ങളൊരു സന്ദേശമാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന സമൂഹത്തിലേക്ക്. കാരണം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഭഗവത്ഗീതയെ പോലെയുള്ളൊരു ഗ്രന്ഥം അത് പഠിക്കേണ്ടതിൻ്റെ വലിയൊരു ആവശ്യകത ഇന്ന് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
അതുകൊണ്ടാണ് ഭാരതത്തിന് പുറത്തും മറ്റ് രാഷ്ട്രങ്ങളിലുമൊക്കെ ഇന്ന് പല രാഷ്ട്രങ്ങളിലും സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭഗവത്ഗീത കർമ്മ തിയറി, എക്സിറ്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരതിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടാണ് അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ നാട്ടിലെ അത് പഠിപ്പിക്കാൻ സ്കൂളുകളിൽ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൂ. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് ഒരു പ്രാവശ്യം സുപ്രീം കോടതിൻ്റെ ഒരു വിധി കണ്ടിരുന്നു. സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കണമെന്ന് ഒരു ജഡ്ജി ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ ഇത്തരം സാംസ്കാരികമായൊരു പഠനം വളരെ ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിൽ. കാരണം സ്വന്തം സമൂഹത്തിൽ സ്വന്തം സംസ്കാരത്തെപ്പറ്റി ബോധമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ആത്മാഭിമാനത്തോടുകൂടി നട്ടല് നിവർന്ന് നിന്നുകൊണ്ട് ലോകത്തോട് ഈ ദൗത്യം, തൻ്റെ കർത്തവ്യം അത് ചെയ്യാനും വിളിച്ചു പറയാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നല്ലൊരു ഒരു സന്ദേശമായിട്ടാണ് സമൂഹത്തിൽ പോകുന്നത്. അതിന് ഭഗവത്ഗീത വളരെ ഉത്തമമായ ഒരു ഗ്രന്ഥമാണ്. ഇത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി ഇവിടെ വന്നു, നിങ്ങളത് അവതരിപ്പിച്ചു, ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ, എല്ലാവർക്കും ഒരു സന്ദേശമാകട്ടെ. രണ്ടു കൂട്ടർക്കും അഭിനന്ദനങ്ങൾ. നമസ്കാരം. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ. രണ്ട് സ്കൂളുകാരും ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം ആശങ്കയില്ലാതെ, സംശയമില്ലാതെ, ദൃഢചിത്തതയോടെ, ഗീത പറയുന്ന പോലെ സ്ഥിതപ്രജ്ഞനെ പോലെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയധികം ഭഗവത്ഗീതയിലേക്ക് കടന്ന് ചിന്തിക്കാൻ ഈ ചെറുപ്രായത്തിൽ പോലും നിങ്ങൾക്ക് കഴിയുക എന്നുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു പാഠമായി തീരട്ടെ. ഇത് കഴിയുന്നതാണ്, ഇത് പറ്റും, വിഷമമില്ല എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗീതയുടെ വരികളിൽ കൂടി, അർത്ഥങ്ങളിൽ കൂടി, വ്യാഖ്യാനങ്ങളിൽ കൂടി അനായാസം കടന്ന് അത് ഉൾക്കൊണ്ട് ഓർമ്മയിൽ വെച്ച് ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ കഴിവ് നിങ്ങൾക്ക് ജഗദീശ്വരൻ തന്നിട്ടുണ്ട്. അത് വളർന്ന് വളർന്ന് വരട്ടെ. എല്ലാവർക്കും അത് ഉപയോഗപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗീതയുടെ മഹാത്മ്യങ്ങൾ പല വിധത്തിൽ ജീവിതത്തിൻ്റെ പല വഴികളിൽ കൂടി നമ്മൾക്ക് ഗീത ഓരോ ദിവസവും സഹായമായി വന്നു ചേരുന്നുണ്ട്. അത് പഠിപ്പിൻ്റെ വിഷയത്തിലായാലും ജീവിതത്തിൻ്റെ വിഷയത്തിലായാലും എന്തിനും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും ഗീതയ്ക്ക് വ്യവസ്ഥ പറയാനുണ്ട്. ഏതൊക്കെ ഭക്ഷണം ഇന്നുണ്ടാക്കിയത് കഴിക്കാം, ഇന്നലെ ഉണ്ടാക്കിയത് ഏത് കഴിക്കാം, പഴയതിൽ ഏത് കഴിക്കാം കഴിക്കില്ല, ഇന്ന് ഭക്ഷ്യ അഭക്ഷ്യ വിവേകം പോലും ഗീത നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഒരു ജീവിതശാസ്ത്രമാണ് ഗീത നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നതെന്ന് നമുക്കൊരു തിരിച്ചറിവ് വാസ്തവത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഗീത നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഗീതയുടെ ചൈതന്യ സ്വരൂപനായ ഈശ്വരഭത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ തികച്ചും നല്ല അറിവ് തന്നെ വേണം. ജ്ഞാനചക്ഷുഫ് കൊണ്ട് മാത്രമേ ഇത് കാണാൻ പറ്റുകയുള്ളൂ. ജ്ഞാനചക്ഷുഫ് എന്ന് വെച്ചാൽ ഈ കണ്ണ് മാറ്റി വേറെ കണ്ണ് വയ്ക്കാനല്ല, ഈ കണ്ണിൽ തന്നെ ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയുമ്പോൾ അതിൽ കൂടി കാണാൻ പറ്റിയാൽ ഈ കാണുന്ന പ്രപഞ്ചസത്തയിലുള്ള ഈശ്വര വിഭൂതികളെ തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. ആ ഒരു അറിവ് നേരത്തെ നേടിയെടുക്കാൻ പറ്റിയാൽ ആരോടും വിദ്വേഷമില്ല, വിരോധമില്ല, ഒന്നുമില്ല, പകയില്ല, പാരുഷ്യമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഗീത തെളിയിച്ച് കാണിച്ചാണ്. ഇത് നിങ്ങൾ വായിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇനി പ്രായോഗികമാക്കണം, ജീവിതത്തിൽ കുറേശ്ശെ പകർത്തി നോക്കണം. ഇത് പറ്റും അനായാസമായിട്ടും. അങ്ങനെ സാധിച്ചവരാണ് ഭാരതത്തിൻ്റെ പൂർവിക തലമുറ മുഴുവനും. അവരുടെ ചരിത്രം പഠിപ്പിക്കുന്നത് നമുക്കിതറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഗീത ഒരു കൈപ്പുസ്തകമായി, ഒരു പാഠമായി ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് നിങ്ങളോട് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നിത്യേന നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ദാനം, പിന്നൊന്ന് യജ്ഞം, പിന്നൊന്ന് തപസ്. 3 വാക്ക് ഉപയോഗിക്കുന്നവർ പേടിക്കാനൊന്നുമില്ല. ദാനം വെച്ചാൽ കൊടുക്കുക, യജ്ഞം വെച്ചാൽ കർമ്മമാണ്, തപസ് എന്ന് വെച്ചാൽ ചിന്തയാണ്, വിചാരമാണ്. ഇത് 3 നമ്മൾ ചെയ്യുന്നവരാണ്. ഇത് 3 എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാമെന്ന് സാത്വികം, രാജസം, താമസം എന്ന 3 ഭാവത്തിൽ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താണ് നിങ്ങൾ നന്നായി പഠിച്ചു പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇത്രയും പേര് ദാതവ്യമിതി യദ്ദാനം, ഇത് കൊടുക്കേണ്ടതാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഈ സങ്കല്പത്തിനാണ് വില. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടൊരു വസ്തു ദാനം ചെയ്താൽ, ഒരു പൂവാണെങ്കിൽ പോലും
സ്വർണമാണെങ്കിൽ പോലും അതിൻ്റെ പിമ്പിലുള്ള സങ്കല്പമാണ് പ്രധാനം. അതുകൊണ്ട് രാജസവും താമസവുമായ ഭാവത്തെ ഒഴിവാക്കി സാത്വിക ഭാവത്തിൽ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ചിന്തകൾ വിചാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിനായി തരട്ടെ ഈ ഒരു ക്വിസ് മത്സരവേദി എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. രണ്ട് ടീമും 100% മാർക്ക് സ്കോർ ചെയ്തു. രണ്ട് ടീമിനും വളരെ അഭിനന്ദനങ്ങൾ. വളരെ പ്രത്യേകതയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട 3 ഭാവങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളായിരുന്നു. അത് സൈക്കോളജിക്കൽ ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങൾ ഉത്തരം കറക്റ്റ് പറഞ്ഞപ്പോൾ പോലും പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി അത് പൊരുൾ തിരിച്ച് നിങ്ങളെ അതിൻ്റെ ഭാഗ്യഭാവം കൊണ്ട് മനസ്സിലാക്കിയത് 18 ലക്ഷത്തോളം വരുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു പാഠമാണ്. അതിന് ഡോക്ടർ ലക്ഷ്മി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. രണ്ടാമത്തെ യജ്ഞമാണ്. ഒരു സ്നോ ഷോർട്ട് കട്ട് ടു സക്സസ്. നിങ്ങൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ യജ്ഞഭാവത്തിൽ പഠിച്ച് മേപ്പോട്ട് കയറിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പലരും പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ചങ്ങ് മുറിഞ്ഞു പോവുകയാണ്. കാരണം സ്ഥിരോത്സാഹത്തോടുകൂടി പഠിച്ചവിടെ എത്താൻ പറ്റാത്തതാണ്. ഭഗവത്ഗീത വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ യജ്ഞം എന്ന് പറയുന്നത്. പിന്നെ കർമ്മം മാത്രം കൊണ്ട് രക്ഷപ്പെടുകയില്ല. തപസ്സിലൂടെ, ധ്യാനത്തിലൂടെ, ചിന്തയിലൂടെ നമ്മൾ പഠിക്കുന്നതിനെ വിശ്ലേഷണം ചെയ്ത് അനാലിസിസ് ചെയ്ത് തലച്ചോറ് സ്റ്റോർ ചെയ്തെങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 21ാം നൂറ്റാണ്ടിൽ വിജയിക്കാനുള്ള കർമ്മ പദ്ധതിയാണ് ഈ 3 ഭാഗം ഈ ക്വിസ് മത്സരത്തിൽ വന്നത്. അത് വളരെ ഭംഗിയായി നിങ്ങൾ പെർഫോം ചെയ്ത് നിങ്ങൾ ജീവിതത്തിൽ വളരെ ഉയർന്ന നിലകളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. ലക്ഷ്മി മാം. എനിക്ക് ചാലിശ്ശേരി സ്കൂളിന്റെ തിരിച്ചുവരവ് വളരെ ഗംഭീരമായി അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം അവരെവിടെയോ ചെറിയ മാർക്ക് പോയത് അവർ തിരിച്ചു വന്നത് നന്നായി. പലപ്പോഴും നമ്മുടെ മുതിർന്ന തലമുറ നമ്മളെ പറ്റി പറയുന്നത് ഇന്നത്തെ കുട്ടികൾ മുഴുവൻ സമയവും വീഡിയോ ഗെയിമിന്റെ പിന്നാലെയാണ്, മൊബൈലിന്റെ പിന്നാലെയാണ്, TV കാണും, കളി മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഭഗവത്ഗീതയിലെ ആശയങ്ങൾ പറയുന്ന മിടുക്കരായ കുട്ടികൾ നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയവും. രണ്ട് ടീമിനും അഭിനന്ദനങ്ങൾ. താങ്ക് യു മാം. അപ്പൊ നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടു അല്ലേ? ഇനിയുള്ള റൗണ്ടുകളിലും ഇതുപോലെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാം കേട്ടോ. അങ്ങനെ ആചാര്യസഭയുടെ കമന്റ്സ് നമ്മൾ കേട്ട് കഴിഞ്ഞു, മാർക്കുകളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇന്നത്തെ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. അപ്പൊ മകരവ്യൂഹത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആചാര്യസഭയിൽ നമ്മുടെ മുരളി മേനോൻ ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചേട്ടനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചേട്ടാ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികളെയാണ്. ഓരോരുത്തരും കഥാപാത്രങ്ങളായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ടീമിനെ സ്വാഗതം ചെയ്യാം. ശബരിഗിരി സ്കൂൾ പുനലൂർ. പേര് അനന്യ. എത്രാം ക്ലാസ്സിലാണ്? 9th. നന്ദന 12th. കഥാപാത്രത്തിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു വേഷം കാണുമ്പോ തന്നെ രാവണൻ, മണ്ടോദരി. ഓക്കെ. അപ്പം കഥാപാത്രങ്ങൾ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. കഥാസന്ദർഭം ആരാണ് സെലക്ട് ചെയ്ത്? രാജീവ് നരിക്കൽ എന്ന് പറഞ്ഞൊരു സർ. നിങ്ങളുടെ സ്കൂളിലെ തന്നെയാണോ അതോ? അല്ലാണ്ട്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സമയം കിട്ടിയോ? നന്നായിട്ട് ചെയ്തോ? അപ്പോ നമ്മളിങ്ങനെ ലാസ്റ്റ് എപ്പിസോഡിൽ വന്ന് നിൽക്കുകയാണ്. ഇനി അടുത്തത്, അതായത് നിങ്ങളുടെ ഈ പെർഫോമൻസ് കൂടെ കഴിഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിക്കും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ദേവേന്ദ്ര തുല്യമായ വമ്പും പ്രതാപത്തോടെയും സർവൈശ്വര്യത്തോടെയും ത്രിലോകങ്ങളെ അടക്കി ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയും ലങ്കാധിപനുമായ രാവണന്റെയും രാവണപത്നിയും പഞ്ചമഹാരത്നങ്ങളിൽ സുമുഖിയും കല്യാണവതിയുമായ മണ്ഡോദരിയും തമ്മിലുള്ള പ്രണയാർദ്ര മധുരമായ ഒരു രംഗം. പുരാണങ്ങളിൽ പോലും അത്യപൂർവമായി മാത്രം പരാമർശിച്ചിട്ടുള്ള രാഗമധുര സ്വഭാവത്തിന്റെ സ്വതന്ത്രമായ ആവിഷ്കാരം. ഭവതി, എന്താണ് മുഖം ഇത്രമേൽ മ്ലാനമായിരിക്കുന്നത്?
ഒന്നുമില്ല രാജൻ, ഞാൻ വെറുതെ ഓരോന്നോർത്തിരുന്നു പോയി, അത്രമാത്രം. അങ്ങനെയല്ല, നമ്മുടെ പ്രാണസഖിക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചന്ദ്രകാന്തം പോലെ പ്രകാശിക്കുന്ന ഈ മുഖത്ത് ഒരു നിഴൽപ്പാട് വീണാൽ ഞാനത് അറിയാതെ പോകുമെന്ന് ഭവതി കരുതിയോ? അങ്ങ് ദേവേന്ദ്ര തുല്യമായ വമ്പും പ്രതാപത്തോടെയും ത്രിലോകങ്ങളെ അടക്കി ഭരിക്കുന്ന അസുര ചക്രവർത്തിയാണ്. അങ്ങയുടെ ഒരു നോട്ടത്തിനായി, ഒരു സാമീപ്യം കൊതിച്ച് എത്ര പേരാണ് അക്ഷമരായി കാത്തു നിൽക്കുന്നത്. അത് ഭവതിക്കും നമ്മുടെ ഈ ലങ്കാ നഗരിക്കും അഭിമാനം നൽകുന്നത് തന്നെയല്ലേ? പിന്നെ എന്താണ് ഇവിടെ ഈ മുഖമിങ്ങനെ തണ്ടൊടിഞ്ഞ ചെന്താമര പോലെ വാടിപ്പോയത്? അയ്യോ, ഭവാൻ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. അങ്ങയ്ക്കുണ്ടാകുന്ന പേരും പ്രശസ്തിയും ഈ ലങ്കാനഗരിയുടെ ഭൂഷണം തന്നെയാണ്. അങ്ങയുടെ മുഖം തെളിയുമ്പോൾ മാത്രമാണ് ഞാനും സന്തോഷവതിയാകുന്നത്. പക്ഷേ പ്രിയേ, എന്തിനാണ് ഇങ്ങനെ ചിന്താഭാരം കൊണ്ട് ആ മനസ്സിങ്ങനെ കീറി മുറിക്കുന്നത്? കാമദേവൻ കനു നൽകിയ ഭൂമി അഴകാണ് എന്റെ നാഥൻ. ഈ മാറിടത്തിൽ ചേർന്നമരാനാണ്, ഈ മടിത്തട്ടിൽ തലചായി ചുറങ്ങാനാണ് ഞാൻ എപ്പോഴും കൊതിക്കുന്നത്. ഭവതി, നിന്നെ കൂടാതെ മറ്റെന്താണ് എന്നിൽ സുന്ദരമായി അവശേഷിക്കുന്നത്? വിശ്വകർമാവിനാൽ നിർമ്മിതമായ ഈ മഹാവിസ്മയമായ ലങ്കാനഗരിയേക്കാൾ എനിക്ക് പ്രിയം എന്റെ മണ്ഡോദരിയാണ്. അതെനിക്കറിയാം നാഥ. ശ്രീചരൻ എന്ന് പറഞ്ഞ് ചിലർ അങ്ങേ ആക്ഷേപിക്കുമ്പോഴും എന്റെ പ്രാണപ്രിയനെ അടുത്തറിഞ്ഞ് എനിക്കറിയാം സ്ത്രീകളോട് ഏറെ മര്യാദയും ആദരവും പുലർത്തുന്ന ധർമ്മിഷ്ഠനാണെന്ന്. പ്രിയമുള്ളവളെ, ഭൂമിയിൽ സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമായ അല്ലയോ ദേവി, നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ കാണുന്നു. പ്രഭു, ഞാനാണ് ഭാഗ്യവതി. ഇത്രയും പൗരുഷമുള്ള സുധീർണും ബലവാനുമായ അങ്ങയുടെ പട്ടമഹിഷിയാകാൻ കഴിഞ്ഞതിൽ പരം എന്ത് സൗഭാഗ്യമാണ്, സുഹൃതമാണ് എനിക്ക് വേണ്ടത്. മണ്ഡോദരി, നീ എന്റെ നല്ല പാതി തന്നെയാണ്. ശിവപാർവതിമാരെ പോലെ നീ എന്റെ ജീവിതത്തിലെയും ഭരണത്തിലെയും ഉത്തമ നയതന്ത്ര പ്രതിനിധിയാണ്. സർവഗുണപ്രദായിനിയായ ഉത്തമ കുടുംബിനിയുമാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു, നിന്റെ മുഖം ഇതുവരെ പ്രകാശമണിഞ്ഞില്ലല്ലോ. ഈ കണ്ണുകളിൽ വല്ലാത്ത ഭയം നിറയുന്നത് പോലെ. എന്തു തന്നെയായാലും നമ്മുടെ പ്രാണസുഖിക്ക് അതെന്നോട് പറയാവുന്നതാണല്ലോ. ഭവാൻ, ഞാൻ ഈയിടെയായി ദുസ്വപ്നങ്ങൾ കാണുന്നു. എങ്ങും അപശകുനങ്ങൾ മാത്രം. നമ്മുടെ ഈ ലങ്കാനഗരിക്ക് എന്തോ ആപത്ത് സംഭവിക്കും പോലെ. അതുകൊണ്ടാണ് ഭവാൻ എപ്പോഴും എന്നരികിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ദശമുഖനായ ഈ രാവണപ്രഭുവിന്റെ രാജ്ഞിക്ക് ഭയമോ? അസംഭവ്യം! കൈലാസനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ഉത്തമ ഭക്തനാണ് ഞാൻ. മഹാദേവൻ കന്യു നൽകിയ വരപ്രസാദം എന്നിലുണ്ട്. കരുത്തായി ദിവ്യാവിധമായ ചന്ദ്രഹാസവും. പിന്നെ എന്തിനും തുണയായി എന്റെ മണ്ഡോദരിയും. പിന്നെന്തിനാണ് ഈ ലങ്കാനഗരിയെ കുറിച്ചോർത്ത് ഭവതിക്ക് ആശങ്ക? അങ്ങ് പറയുന്നതെല്ലാം സത്യമാണ്. അങ്ങയുടെ ഭരണ നൈപുണ്യത്തിലും യുദ്ധ സാമർഥ്യത്തിലും ധീരതയിലും എനിക്ക് തെല്ലും സംശയമില്ല. പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന ഈ അപശകുനങ്ങൾ എൻ്റെ മനസ്സ് കെടുത്തുന്നു. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 64 കലകളിലും അങ്ങ് അഗ്രഗണ്യനാണ്. എൻ്റെ മനസ്സിൻ്റെ ആശങ്കയൊഴിക്കാൻ എൻ്റെ പ്രാണപ്രിയൻ്റെ ഈ കരങ്ങൾ ഈ രുദ്രവീണ തന്ത്രയിൽ ഒന്ന് തഴുകിയാൽ മതി. ആ ആനന്ദ മധുരത്തിൽ മതിമറന്ന് ഞാനൊന്ന് ആടട്ടെ. ഭയത്തിൻ്റെ കാർമേഘമാലകളൊടുങ്ങി ഞാനൊന്ന് ശാന്തമാകട്ടെ. തീർച്ചയായും എന്റെ പ്രാണസഖിയുടെ എന്താഗ്രഹമാണ് ഞാൻ നിരാകരിച്ചിട്ടുള്ളത്?
സെമി ഫൈനൽസ് വന്നിട്ട് ഇതുപോലത്തെ ഈ ലഘു നാടകം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിലൊരു ഡാൻസ് എവിടെയും വന്നിട്ടില്ലായിരുന്നു. എല്ലാവരും ഇച്ചിരിയും കൂടെ ഡയലോഗ്സ് മാത്രമായിരുന്നു. ഇപ്രാവശ്യം ഡാൻസ് വന്നേന്ന് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നമുക്കിനി ആചാര്യസഭയുടെ അടുത്ത് ചോദിച്ചാലോ? സ്വാമിജി. ഓം നമഃ ശിവായ. രാമായണ കഥയെ അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു സ്വതന്ത്ര ആവിഷ്കാരമായിട്ടാണ്, കലാകാരൻ്റെ ഒരു സ്വതന്ത്ര ആവിഷ്കാരം പോലെയാണ് അനുഭവപ്പെട്ടത്. രാമായണത്തിൽ വായിച്ചാൽ കിട്ടാത്ത സാധാരണ മനസ്സുകൾക്ക് വായിച്ചാൽ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടാൻ പ്രയാസമായിരിക്കും. അതുപോലെ ഈ മണ്ഡോദരി ശരിക്കു പറഞ്ഞാൽ ഈ രാവണൻ്റെ ചെയ്തികളോടൊക്കെ ഉള്ളിൽ അധാർമിക വിഷയങ്ങളോട് എതിർപ്പുകളുണ്ടായിരുന്നു മണ്ഡോദരിക്ക്. പക്ഷേ ഒരിക്കലും രാവണന് പ്രകോപനം വരുന്ന രീതിയിൽ, അല്ലെ തൻ്റെ ഭർത്താവിന് പ്രകോപനം വരുന്ന രീതിയിലല്ല മണ്ഡോദരി ഇടപെട്ടിട്ടുള്ളത്. അത് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ധർമ്മം, അധർമ്മത്തെ ചൂണ്ടിക്കാട്ടേണ്ട സന്ദർഭങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തെല്ലാം മണ്ഡോദരി അത് ചൂണ്ടിക്കാട്ടാൻ തയ്യാറായിട്ടുമുണ്ട്. അങ്ങനെ ഒരു അത്യുജ്വലമായ ഒരു കഥാപാത്രമാണ് മണ്ഡോദരി രാമായണത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ ഭാഗങ്ങളിലേ ഉള്ളെങ്കിലും മനുഷ്യ മനസ്സിൽ രാമായണം വായിച്ചു പോകുന്ന ഒരാൾക്ക് അവരുടെ മനസ്സിൽ തങ്ങുന്ന ഒരു ചിത്രമാണ് മണ്ഡോദരിയിൽ നിന്ന് കിട്ടുന്നത്. രാവണനെ മനസ്സിലാക്കും. 10 തലയുള്ള രാവണൻ, ആ ബുദ്ധിയെപ്പറ്റി പറയുമ്പോൾ അത്രയും ബുദ്ധിയുള്ള ഒരാൾ, 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ള ആൾ, സാമവേദ പണ്ഡിതൻ, 64 കലകളുമുള്ള ആൾ. പക്ഷെ മണ്ഡോദരി പറയുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ, 10 തലയുള്ള അങ്ങയ്ക്ക് രാമനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ 1 തലേ എനിക്കുള്ളൂ, എന്നിട്ട് രാമൻ്റെ മഹത്വം അല്പമെങ്കിലും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. അപ്പോൾ 10 തലയുണ്ട്, അല്ല അത്രയും ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ കാര്യമില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും, ഇല്ലാതെയാക്കാൻ സാധിക്കും. ഒരു നല്ല മെസ്സേജായിരുന്നു. എന്തായാലും ഇവിടെ ഒരു ദാമ്പത്യ ബന്ധവും പ്രണയം ആ ഒരു സന്ദർഭമാണ് ചുരുങ്ങിയ ഇതിൽ കാണിച്ചിട്ടുള്ളത്. നന്നായി നിങ്ങളത് ആവിഷ്കരിച്ചു. 2 പേർക്ക് അഭിനന്ദനങ്ങൾ. നമസ്കാരം. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ. രാമായണത്തിൽ ഒരു പക്ഷെങ്കിൽ നിത്യമായി രാമായണം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ അറിയപ്പെടാത്ത ഒരു കഥാസന്ദർഭത രാമായണത്തിലുള്ളതാണോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ലാത്ത ഒരു കഥാംശത്തെ, ഒരുപക്ഷെ രാവണൻ്റെ എൻ്റെ ആദിമകാലത്ത് മണ്ഡോദരിയുമായുള്ള വിവാഹം കഴിഞ്ഞ ഒരു സമയത്തെ ഒരു സങ്കല്പത്തെക്കുറിച്ച് വിടർത്തിയെടുത്ത ഒരു മനോഹരമായ രംഗമാണ് ഇവിടെ രംഗത്ത് ആവിഷ്കരിച്ചതെന്നാണ് എനിക്ക് തോന്നുക. അപ്പം ഇങ്ങനെയൊക്കെ രാമായണത്തിലുണ്ടാവണമെന്നില്ല, പക്ഷേ ഭാവന അനുസരിച്ച് ചെയ്യാം. പക്ഷെ ആ ഭാവന എപ്പോഴും ആ ഇതിഹാസത്തോട് ചേർന്ന് നിൽക്കണം. ഭാവന കഥാംശത്തിന് വിഘാതമുണ്ടാക്കാത്ത മട്ടിൽ കഥാംശത്തെ നന്നാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിധിയിൽ നിന്നുകൊണ്ട് വേണം എന്നുള്ളതാണ് അതിനൊരു സത്യം. അത്രയും ആയില്ലെങ്കിൽ പോലും ആ ഒരു ഭാവത്തെ 2 പേരും നന്നായി രംഗത്ത് അഭിനയിച്ച് കാണിക്കാൻ സാധിച്ചു. അതിനുള്ള അവരുടെ അഭിനയ ചാതുരിയെ വളരെയധികം പ്രശംസിക്കുന്നു. നന്നായിരിക്കുന്നു. അതേപോലെ മണ്ഡോദരി എന്ന കഥാപാത്രവും രാവണൻ എന്നുള്ള രാക്ഷസ രാജാവും നമുക്ക് ശ്രദ്ധേയമായ കുറേ ജീവിത പാഠങ്ങൾ നൽകാൻ പര്യാപ്തമായ കഥകളായിട്ടാണ് രാമായണത്തിൽ വരിക. പത്നി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും മണ്ഡോദരി പാലിക്കുകയാണ്. പതിം നീയത്തെ, പതിയെ നയിച്ചു കൊണ്ടുപോകുന്നവളാണ്. തൻ്റെ ഭർത്താവിനെ എല്ലാവിധത്തിലും ഓരോ സന്ദർഭത്തിനും വേണ്ട വിധ ഉപദേശങ്ങൾ കൊടുത്ത് എത്ര ദുഷ്ടതകളും ദുഷ്കർമ്മങ്ങൾ ചെയ്താലും രാവണനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറല്ല മണ്ഡോദരി. അങ്ങനെയുള്ള ഒരു പത്നിയുടെ ലക്ഷ്യം അന്തിമ നിമിഷം വരെ ധർമ്മമനുഷ്ഠിച്ച് കൂടെ നിൽക്കുക എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ യത്നിച്ച ഒരു മഹത്തായ കഥാപാത്രത്തെയാണ് ഇന്നിവിടെ ഈ ഭാവത്തിൽ കൂടി രംഗത്ത് അഭിനയിച്ചു കാണിച്ച് നിങ്ങളുടെ അഭിനയ ചാതുരിക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. സ്കിറ്റിന് തിരഞ്ഞെടുത്ത ആ ഭാഗത്തോട് രാവണനും മണ്ഡോദരിയും നീതി പാലിച്ചിട്ടുണ്ട്. സീതാദേവി കൊണ്ടുവരുമ്പോൾ മണ്ഡോദരി പറയുന്നുണ്ട്,
ശൂർപ്പണഖയെ അവർ വിരൂപയാക്കിയെങ്കിൽ അതാക്കിയ ലക്ഷ്മണനോടും രാമനോടും പകരം ചോദിച്ചോണം, അല്ലാതെ അവൻ്റെ ഭാര്യയെ ഇവിടെ പിടിച്ചുകൊണ്ട് വരില്ല അതിന് മറുപടി എന്ന് പറഞ്ഞ് സ്ത്രീ സംരക്ഷണത്തിൻ്റെ ഒരു ക്ലാസ് മണ്ടോദരി എടുക്കുന്നുണ്ട്. അതെടുത്താൽ വളരെ ഭംഗിയായിട്ടൊരു സ്ക്രിപ്റ്റായി മാറിയനായിരുന്നു. അതുപോലെ സീതാദേവിയെ തടവിൽ പാർപ്പിക്കാൻ മണ്ടോദരി സമ്മതിച്ചില്ല. ഓപ്പൺ ജയിലുണ്ടാക്കി അശോകവനത്തിൽ സംരക്ഷിച്ചു. അവളുടെ ആഹാരം, സീതയുടെ പ്രൊട്ടക്ഷൻ, രാഷ്ട്രീയ സ്ത്രീകളുടെ ഗാർഡ്, ഇത് മുഴുവൻ മണ്ടോദരി നോക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പോലീസിൽ ജയിൽ DGP ആയിരുന്നുകൊണ്ട് ഈ മണ്ടോദരി ചെയ്ത ആ കാര്യങ്ങൾ ഞാൻ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ഗംഭീരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു. വേറൊരു സീൻ എടുത്തിരുന്നെങ്കിലും വളരെ ബെസ്റ്റായിരുന്നു. അത് രാവണൻ മരിച്ചു കിടക്കാണ്. അപ്പോൾ ഈ ശ്രീരാമൻ വരുന്നു. അപ്പം മാല്യവാൻ ഇറങ്ങി വന്നു, അമ്മാവൻ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞ്, രാമ, നീൻ്റെ ഭാര്യയെ ഇവിടെ പിടിച്ചോണ്ടെന്ന് വിചാരിച്ച രാക്ഷസ സ്ത്രീകളെ നീ ഇവിടെ കയറി ഉപദ്രവിച്ച് കളയരുതെന്ന് പറഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു, എന്താ മാല്യവനെ പറയുന്നത്, എനിക്കങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ ശത്രു സൈന്യത്തിന് മുമ്പിൽ വെച്ച് മണ്ടോദരി ഇറങ്ങി വന്നു. എന്നിട്ട് ഈ അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഫസ്റ്റ് ലീഡ് ചെയ്തിട്ട് മണ്ടോദരി വന്നിട്ട് ശ്രീരാമൻ്റെ മുമ്പിൽ വെച്ചിട്ട് രാവണനെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട് രാമായണത്തിൽ. അത് ഗംഭീര ഭാഗമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിരുന്നെങ്കിൽ ഈ സ്കിറ്റ് വളരെ ഗംഭീരമായിരുന്നു. അത് പോട്ടെ, എങ്കിലും എടുത്ത സ്കിറ്റ് 2 കുട്ടികളും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ലക്ഷ്മി മാം, നിങ്ങൾ അഭിനേതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്രമത്തെ, ഭംഗിയായ ശ്രമത്തെ അഭിനന്ദിക്കുന്നു. വളരെ നന്നായിരുന്നു. നമ്മളെപ്പോഴും രാമനും രാവണനും, ഈ 2 കഥാപാത്രങ്ങൾ നമുക്ക് കൃത്യമായി അറിയാം. ഇവർ രണ്ടുപേരും, ഒരാൾ ധർമ്മപക്ഷത്താണ്, ഒരാൾ അധർമ്മപക്ഷത്താണ്, അല്ലെ? രാവണൻ എപ്പോഴും അസുരൻ, അധർമ്മിയായിരുന്നു രാവണൻ. രാവണൻ സ്ത്രീകളുടെ പിന്നാലെ പോകുമ്പോഴും, രാവണൻ ലോകത്തിലെ സുഖഭോഗങ്ങൾ മുഴുവനും കട്ടായാലും മോഷ്ടിച്ചായാലും ലങ്കയിൽ കൊണ്ടുവരുമ്പോഴും കൃത്യമായി രാവണന്റെ കൃത്യമായ പ്രതിപക്ഷമായിരുന്നു ഒരു തരത്തിൽ മണ്ടോദരി. രാവണനോട് കൃത്യമായി മണ്ടോദരി ഇടപെട്ടുകൊണ്ടിരുന്നു. മണ്ടോദരി ഇവിടെ വിഷമിച്ചിരിക്കുകയല്ല. അങ്ങ് സ്ത്രീജിതനാണ് എന്ന് ലോകം പറയുന്നു, അത് തിരുത്തണം, ഞാനതിൽ ഖേദിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അങ്ങയുടെ സ്വഭാവം തിരുത്തണമെന്ന രാവണന്റെ ഉള്ളിലെ തിരുത്തൽ ശക്തിയായിരുന്നു വാസ്തവത്തിൽ മണ്ടോദരി. സ്വാതന്ത്ര്യം നമ്മൾ എടുത്തിട്ടുണ്ട്. രാമായണ കഥയിൽ നിങ്ങൾ നല്ലോണം സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം രാമായണത്തിന്റെ മുഖ്യധാരയോട് ചേർന്ന് നിൽക്കുന്ന സ്വാതന്ത്ര്യമാണോ എന്ന് നമ്മൾ നന്നായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാടകം, അവതരണം നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു മാം. മുരളി ചേട്ടാ. യെസ്, നമസ്കാരം കുട്ടികൾക്ക്. നന്നായിരുന്നു, രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. വളരെ നന്നായിരുന്നു. പക്ഷെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറയാം. ആ അനൗൺസ്മെന്റ് ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ നമുക്ക് മണ്ടോദരിയിലേക്ക് കയറാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് അനൗൺസ്മെന്റ് ആവശ്യമില്ലായിരുന്നു. നല്ല റൊമാൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. ബിലീവബിൾ, വിശ്വസനീയമായിരുന്നു നിങ്ങളുടെ റൊമാൻസ് എന്ന് പറയുന്നത്. വോക്കൽ ആക്ടിങ്ങും നന്നായിരുന്നു. ഇപ്പോൾ മറ്റേത് ഞാൻ പറയും, നടത്തം ഫിസിക്കൽ ആക്ടിംഗ് ആണ്. വോക്കൽ ആക്ടിങ് നല്ല രണ്ടുപേരുടെയും ശബ്ദവിന്യാസം, മോഡുലേഷൻ എല്ലാം നന്നായിരുന്നു. നല്ല പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു പകുതിയോളാകുമ്പോൾ ഇവിടെ നല്ലൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. തമ്മിൽ ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ കുറച്ച് ഡയലോഗ്സ്, മണ്ടോദരിയുടെ ഡയലോഗാണ്. ആ ഡയലോഗിന് ശേഷം രാവണന്റെ ഭവതി എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് അങ്ങോട്ട് പോയിട്ടാണ് പറയുന്നത്, അല്ലേ? അതെനിക്ക് തോന്നുന്നത് ഈ പോസ്റ്റർ നന്നായതുകൊണ്ട് അത് കുറച്ചു നേരം സസ്റ്റെയിൻ ചെയ്ത് ഈ പോസ്റ്ററിൽ തന്നെ ആ ഭവതി എന്നുള്ള ഡയലോഗ് ഓർമ്മയുണ്ടോ? ഓക്കെ, ഒന്ന് പറഞ്ഞു. ഭവതി നിന്നെ കൂടാതെ മറ്റെന്താണെങ്കിലും സുന്ദരമായി. അതെ, അത് ഇവിടുന്ന് തന്നെ എംബ്രേസ് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി കിട്ടുമായിരുന്നു. ഇതിപ്പോ വെച്ചാൽ അവിടുന്ന് അങ്ങോട്ട് നടന്നു പോയി അവിടെ ഇരുന്ന് അവിടെ പറഞ്ഞ് അത് വേണ്ടായിരുന്നു. ഇത് കുറെ കൂടി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. മെയിൻ ആയിട്ടുള്ളൊരു സാധനം വരുന്നത്, വീണ വെച്ചിട്ട് റിഹേഴ്സൽ ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല. അതെനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആ ഹാൻഡിൽ ചെയ്തത് ശരിയായില്ല. രാവണനും വീണയും എന്ന് പറഞ്ഞാൽ, രാവണനും മ്യൂസിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നതാണ്. അത് ഒന്നാണത്. രാവണനിൽ ഉണ്ട് സംഗീതം എന്ന് പറയുന്നത്. രാവണൻ മണ്ടോദരിയെ പോലെ തന്നെയാണ് രാവണന്റെ വീണയും. അത്രയും പ്രിയപ്പെട്ടതാണ് ആ വീണ. അപ്പം അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം. മണ്ടോദരിയോട് കാണിച്ച അതേ പ്രണയം ആ വീണയോടും ഉണ്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള റൊമാൻസ് മാത്രമല്ല, നമുക്ക് തോന്നുന്ന സംഗീതത്തോടും എല്ലാത്തിനോടും ഉള്ള ഒരു കൂടിയ ഇഷ്ടമാണ് പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയം ആ വീണയോടും ഉണ്ട്. അപ്പോൾ മോള് ചെയ്യാൻ മറന്നു പോയത് എന്താണെന്ന് വെച്ചാൽ,
ആക്ച്വലി സമയം ഉണ്ടായിരുന്നു അവിടുന്ന്. മോളിന്ന് ഈ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ വീണ ഒന്ന് വെച്ചിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ആ വീണ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാമായിരുന്നു. മനസ്സിലായില്ല? അത് കുറച്ച് സമയം കിട്ടില്ല. കാരണം ഇത്രയും വലിയൊരു വീണ നിങ്ങൾക്ക് എന്തായാലും സ്കൂളിൽ റിഹേഴ്സൽ ചെയ്യാൻ കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ കിട്ടുന്ന സന്ദർഭം കുറച്ചുകൂടി ഉപയോഗിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ചടപടോ എന്ന് പറഞ്ഞാൽ വീണ് പോവാനും കാരണം അത് തന്നെയാണ്. അപ്പോൾ ഒരു 2-3 തവണ ആക്ച്വലി ഒന്ന് മടിയിലേക്ക് എടുത്തു വെച്ച് മടിയിൽ നിന്ന് മാറ്റി വെച്ച് ആ ഒരു റിഹേഴ്സൽ ഇവിടെ ചെയ്യണമായിരുന്നു. മനസ്സിലല്ലേ? ഈ ഒരു സന്ദർഭത്തിൽ സമയം നല്ലപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെയ്യാമായിരുന്നു എന്നുള്ള അത് സാരല്ലോ കേട്ടോ. ഞാനൊരു നോട്ട് പറയുന്നതാണ്. ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ വരുന്ന സമയത്ത് ഇതൊക്കെ നോട്ടീസ് ചെയ്ത് വെക്കണം. സോ ദാറ്റ്സ് ഓൾ. പെർഫോമൻസ് നന്നായിരുന്നു. ഡാൻസിൻ്റെ ആ ഒരു ഡിഫക്റ്റ് രണ്ടുപേരും മായ്ച്ചു കളയണം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി ചേട്ടാ. അപ്പോൾ കമന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മാർക്സിലേക്ക് പോവാം. സ്വാമിജി, ഔട്ട് ഓഫ് 10 എത്ര മാർക്സ് ആണ് കൊടുക്കുന്നത്? 8 ഔട്ട് ഓഫ് 10. വിശ്വനാഥൻ സർ, ഔട്ട് ഓഫ് 10? 7.5. 7.5 ഔട്ട് ഓഫ് 10. ലക്ഷ്മി മാം? ഞാൻ തരാൻ വെച്ചിരുന്ന മാർക്ക് വിശ്വാൻ സാർ തന്നുപോയി, അതുകൊണ്ട് ഞാനും അതേ മാർക്ക് തന്നെ 7.5. 7.5. ഇനി മുരളി ചേട്ടാ, ഔട്ട് ഓഫ് 20? 20-ൽ 16 മാർക്ക്. 16 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 39 ആണ് ഔട്ട് ഓഫ് 50. കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചല്ലോ. ബാക്കിയുള്ളത് ഓരോ സമയത്ത് നമ്മൾ ഈ സ്റ്റേജിൽ വരുന്നതിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ ആ വീണ കയ്യിൽ നിന്ന് പോയതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? അപ്പം അങ്ങനെ നമ്മളുടെ ഈ ഒരു റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ സെമി ഫൈനലിലെ അവസാനത്തെ എപ്പിസോഡും അവസാനത്തെ റൗണ്ടും ആയിരുന്നു. തൽക്കാലം ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു റൗണ്ടിൽ അല്ലെങ്കിൽ അടുത്തൊരു വേദിയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ റൗണ്ടിലായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഗ്രാൻഡ് ഫിനാലയിൽ കാണാം. അതുവരേക്കും ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്കും നന്ദി.